ദൈവം നിങ്ങൾ സ്നേഹിക്കുന്നത് കൊണ്ട് മാത്രമാണ് ഇതുപോലുള്ള പരസ്യമായ ശുശ്രൂഷകൾ നിങ്ങൾ പിന്നെയും കേൾക്കുവാൻ കാരണമാക്കിയിരിക്കുന്നത്. ഒരുപക്ഷെങ്കിൽ ഒരുപാട് സുവിശേഷം കേട്ട ആളുകളായിരിക്കും നിങ്ങൾ. എങ്കിലും നിങ്ങൾ ഈ സുവിശേഷം അംഗീകരിക്കാതെ, ഇതിലേക്ക് കടന്നു വരാതെ, നിങ്ങളുടെ ഹൃദയക്കണ്ണുകൾ പ്രകാശിക്കാതെ ആയിരിക്കുമ്പോൾ വിശുദ്ധ വേദപുസ്തകത്തിൽ എബ്രായർക്ക് എഴുതിയ ലേഖനം 9-ാം അധ്യായത്തിൽ 27-ാം വാക്യത്തിൽ ഒരിക്കൽ മരണവും പിന്നീട് ന്യായവിധിയും ദൈവം മനുഷ്യൻ നിയമിച്ചു വെച്ചിരിക്കുന്നു എന്നുള്ള തിരുവെഴുത്ത് നമ്മളെല്ലാവരും ജീവിതത്തിൽ കടന്നു വരുന്ന ഒന്നാണ്. എപ്പോഴാണ്, എങ്ങനെയാണ്, ഏത് നിമിഷമാണ് മരണം കടന്നു വരിക എന്ന് ആർക്ക് നിശ്ചയിക്കാൻ കഴിയുന്നതല്ല. ഒരുപാട് ആഗ്രഹങ്ങളും ഒരുപാട് പ്രതീക്ഷകളുമായി ആയിരിക്കുന്ന ജീവിതം എപ്പോഴാണ് നഷ്ടപ്പെട്ടു പോകുക എന്ന് നമുക്ക് ആർക്കും നിശ്ചയിക്കാൻ കഴിയുന്നതല്ല. വിശുദ്ധ വേദപുസ്തകം വ്യക്തമായി പറയുന്നു, ഒരിക്കൽ മരണവും ദൈവത്തിന്റെ ആഗ്രഹവും. ദൈവം നിങ്ങൾ സ്നേഹിക്കുന്നത് കൊണ്ട് മാത്രമാണ് ഇതുപോലുള്ള പരസ്യമായ ശുശ്രൂഷകൾ നിങ്ങൾ പിന്നെയും കേൾക്കുവാൻ കാരണമാക്കിയിരിക്കുന്നത്. ഒരുപക്ഷെങ്കിൽ ഒരുപാട് സുവിശേഷം കേട്ട ആളുകളായിരിക്കും നിങ്ങൾ. എങ്കിലും നിങ്ങൾ ഈ സുവിശേഷം അംഗീകരിക്കാതെ, ഇതിലേക്ക് കടന്നു വരാതെ, നിങ്ങളുടെ ഹൃദയക്കണ്ണുകൾ പ്രകാശിക്കാതെ ആയിരിക്കുമ്പോൾ വിശുദ്ധ വേദപുസ്തകത്തിൽ എബ്രായർക്ക് എഴുതിയ ലേഖനം 9-ാം അധ്യായത്തിൽ 27-ാം വാക്യത്തിൽ ഒരിക്കൽ മരണവും പിന്നീട് ന്യായവിധിയും ദൈവം മനുഷ്യൻ നിയമിച്ചു വെച്ചിരിക്കുന്നു എന്നുള്ള തിരുവെഴുത്ത് നമ്മളെല്ലാവരും ജീവിതത്തിൽ കടന്നു വരുന്ന ഒന്നാണ്. എപ്പോഴാണ്, എങ്ങനെയാണ്, ഏത് നിമിഷമാണ് മരണം കടന്നു വരിക എന്ന് ആർക്ക് നിശ്ചയിക്കാൻ കഴിയുന്നതല്ല. ഒരുപാട് ആഗ്രഹങ്ങളും ഒരുപാട് പ്രതീക്ഷകളും